സിനിമയില് 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു ഗ്യാങ് മറ്റൊരാളുടെ നിർദ്ദേശത്തില് പഴയ ഒരു ബംഗ്ലാവിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു. ഈ ഗ്യാങ്ങിലുള്ള ആർക്കും പരസ്പരം അറിയില്ല. ഇയാൾ പറഞ്ഞിട്ടാണ് അവർ ആ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത്. പേരും ബാക്ക്ഗ്രൗണ്ടും കൂട്ടത്തിലുള്ള ആരോടും പറയരുതെന്ന് ഇയാൾ കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞ് കൊച്ചിനെ അതിന്റെ അച്ഛന് കൈമാറിയാൽ $50 മില്യൺ കിട്ടുമെന്നും പറയുന്നു. കൂട്ടത്തിലെ നായിക ആ ചെറിയ പെൺകുട്ടിയോട് ഇത്തിരി കരുണയൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്യാങ്ങിലെ ഒരുത്തനെ ആരോ ആക്രമിച്ചു കൊല്ലുന്നു. തല അറുത്തായിരുന്നു കൊന്നത്. അത് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് ആ കൊലയാളി കൊച്ചിന്റെ അച്ഛന്റെ ഒരു വാടക ഗുണ്ടയാണോ എന്ന് തോന്നുന്നുണ്ട്. ആ വാടക ഗുണ്ട കൂട്ടത്തിൽ ആരെങ്കിലും ആണോ എന്ന് അവർക്ക് സംശയവും ഉണ്ടാകുന്നുണ്ട്. പോരാത്തതിന് ആ കുട്ടി ഇവനാണ് തന്റെ അച്ഛനു വേണ്ടി വർക്ക് ചെയ്യുന്നവൻ, ഇവനാണ് ആ വാടക ഗുണ്ട എന്നും പറയുന്നു. നായിക ഇവനെ തോക്ക് ചൂണ്ടി നീ എന്തിനാടാ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നെന്ന് ചോദിച്ചപ്പോൾ ആ കുരുപ്പ് പറഞ്ഞതൊക്കെ വെള്ളം തൊടാതെ നീ വിഴുങ്ങിയോ, എന്നാ ഞാൻ അതിനെ എടുത്തൊന്ന് കുടയുമെന്ന് പറഞ്ഞിട്ട് ഇവനും കൂട്ടാളികളും കൂടെ കൊച്ചിന്റെ നേരെ ചെല്ലുന്നു. അപ്പോഴാണ് സിനിമയുടെ റിയൽ ട്വിസ്റ്റ് കാണിക്കുന്നത്. ഈ പെൺകൊച്ച് സത്യത്തിൽ ഒരു വാമ്പയർ ആണ്. കണ്ടാൽ ഒരു 12 വയസ്സ് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതിനൊരു 100-300 വയസ്സെങ്കിലും കാണും. സത്യത്തിൽ ഇവരല്ല ഇതിനെ തട്ടിക്കൊണ്ടുവന്നത്. ഈ കൊച്ചു വാമ്പയറിന്റെ നിർദ്ദേശത്തിൽ ഇതിന്റെ മാനേജറായ ആദ്യം കാണിച്ച ഈ ചങ്ങാതിയാണ് ഇവരെയെല്ലാം ട്രാപ്പിലാക്കിയത്. ഇവരെല്ലാവരും പലതരത്തിൽ കൊച്ചു വാമ്പയറിന്റെ അച്ഛനായ മൂത്ത വാമ്പയറിന്റെ കമ്പനിയിൽ പലതരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രതികാരം വീട്ടാനും രാത്രിയിലേക്കുള്ള ഡിന്നറിനും പിന്നെ ഇച്ചിരി ഫണ്ണും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ കെണിയിലാക്കിയത്. എന്തായാലും അതിനുശേഷം ഓരോരുത്തരായിട്ട് മരിച്ചു വീഴാൻ തുടങ്ങി. കൊച്ചിന്റെ അച്ഛന്റെ വാടക ഗുണ്ട എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ഈ കുട്ടിപ്പിശാശാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. അവസാനം നായികയും ഇവനും മാത്രം ബാക്കിയാവുന്നു. കൊച്ചു വാമ്പയറിന്റെ മാനേജർ ഇവനെയും വാമ്പയർ ആക്കുന്നു. ഈ പെങ്കൊച്ചിനെയും ഇതിന്റെ തന്തേനെയും കൊന്നാൽ ഈ സാമ്രാജ്യം മുഴുവൻ കൈയെടുക്കാമെന്നും അതിന് സഹായിച്ചാൽ നിന്നെ വെറുതെ വിടാമെന്നും മാനേജർ ഇവനോട് പറയുന്നു. ആദ്യത്തെ ഇരയായിട്ട് നായികയുടെ ബ്ലഡ് കുടിച്ചോളാൻ പറഞ്ഞപ്പം ഇവൻ മാനേജറിനെ തന്നെ കൊന്നിട്ട് ഇത് നീ എന്നെ പെടുത്തിയതിനുള്ള ശിക്ഷയാണെന്നും പറഞ്ഞ് കൊച്ചു വാമ്പയറിന്റെയും നായികയുടെയും നേരെ ആക്രമിക്കാൻ ചെല്ലുന്നു. അവസാനം ഇവർ രണ്ടുപേരും കൂടെ ഏറെ നേരത്തെ പോരാട്ടത്തിന് ശേഷം ഒറ്റക്കെട്ടായി നിന്ന് വില്ലനെ തോൽപ്പിച്ച് കൊല്ലുന്നു. അങ്ങനെ 6 പേർ അകത്തേക്ക് കയറി ഒരാൾ മാത്രം തിരിച്ചു വരുന്നതായി കാണിച്ച് സിനിമ അവസാനിക്കുന്നു.